ശ്രീ യുവരാജ് ഗോകുൽ, കട്ടിംഗ് സൗത്തിന്റെ നടത്തിപ്പിനായി കനേഡിയൻ ഫണ്ടിംഗ് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നതിന്റെ സംഘാടകർ. അതുമാത്രമല്ല, ഇത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ നടത്തിയ ഒരു പണമിടപാടാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. താങ്കളുടെ പ്രതികരണം? കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളിൽ ഒന്നാണ്. ഇവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും കശ്മീർ ബേസ് ചെയ്തിട്ടായിരുന്നു. ആർട്ടിക്കിൾ 370 അവിടെ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ രണ്ട് ഭരണഘടന, രണ്ട് ഭരണ സംവിധാനം ഇതെല്ലാം നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ഇനിഷ്യലി ഉള്ള ഗെയിം മുഴുവനും നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്കറിയാം CAA സമര കാലഘട്ടത്തില് ഷർജീൽ ഇമാം എന്ന് പറയുന്ന ഒരാള് എന്താണ് ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചത് എന്നുള്ള കാര്യം. എന്താണ് ചിക്കൻ നെക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് ഒരു രാജ്യമാക്കാം എന്നുള്ളതായിരുന്നു. അതിന്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഖലിസ്ഥാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് കട്ടിംഗ് സൗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മളിത് പറയുന്ന സമയത്ത് ആർക്കും അങ്ങോട്ട് എന്താണ് നമ്മൾ പറയുന്നതിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാത്ത അവസ്ഥയായിരുന്നു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത് പോലെ ചില പേരുകൾ മാത്രമാണ്, സൗത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എന്നൊക്കെ ഉള്ള തലത്തിലായിരുന്നു ഇവരെന്നതിനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുമെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെയായിരുന്നു നമ്മുടെ അന്നത്തെ വിശകലനം എന്ന് പറയുന്നത്. അത് എന്താണ് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തലത്തിലേക്ക് ഇത്തരം എവിഡൻസുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് മുകളിലേക്ക് ഇപ്പൊ കാനഡ ബേസ് എന്ന് പറയുമ്പോൾ കാനഡ എന്ന് പറയുന്ന രാജ്യം കുറച്ച് നാളായിട്ട് ഇത്തരം ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസിന്റെ ഒരു ഹബ്ബായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനവാദത്തിൻ്റെതായ പല കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. പലതരത്തിലുള്ള റിസോഴ്സുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് വിദേശകാര്യ മന്ത്രാലയം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാനഡയോട് അത്തരത്തിലുള്ള ഒരു നയം വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ കുറച്ചു കാലമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾ തന്നെ അവർക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പുറത്തോട്ട് വരുന്നത് മാത്രമേ എന്നോട് പറയാനുള്ളൂ. ശ്രീ യുവരാജ് ഗോകുൽ, ഒരു കാര്യം കൂടി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള മീഡിയ അക്കാദമി ചെയർമാനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഈ വാർത്തയോട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ യാതൊരു ഫണ്ടിങ്ങും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആഗോള തലത്തിലായിരുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു തങ്ങൾ ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമാണ് ഉണ്ടായത്. അവരുടെ കുറച്ച് കാലമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണെന്നേ. അവര് എന്താ കൃത്യമായൊരു മെസ്സേജ് തന്നെയാണ് അവരത് കൊടുക്കുന്നത്. ഇപ്പോ 2018 പ്രളയ കാലഘട്ടത്തിൽ കേരളത്തിന് മറ്റേ UAE എമിറേറ്റ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറെ നാൾ നടന്നായിരുന്നു കുറെ ആൾക്കാര്. പിന്നെ USS അല്ലാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, USSSI എന്നൊക്കെ പറഞ്ഞൊരു പേരിട്ടിട്ടൊരു സാധനം. പിന്നെ ദ്രാവിഡ നാട് എന്ന് പറഞ്ഞ മാപ്പ് വരെ എഴുതി ഉണ്ടാക്കിയില്ലേ, മാപ്പ് വരെ വരച്ചുണ്ടാക്കിയവര്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നത് തന്നെയാണ്. അപ്പൊ ജനസാമാന്യത്തിന്റെ ഇടയിൽ ഇതൊരു ലാർജർ പ്രൊപ്പഗണ്ടയാണല്ലേ. ജനങ്ങളുടെ ഇടയിലേക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം അവരുടെ തലച്ചോറിലേക്ക് കയറ്റുക. സൗത്ത് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഇതിന് നോർത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ ഉള്ള തലത്തിലുള്ള ഒരു സാധനം ജനങ്ങളുടെ ഇടയിലേക്ക് തലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് കുറെ കാലം ആവർത്തിച്ചു പറയും. ഇതിപ്പോ 5 വർഷത്തെയോ 10 വർഷത്തെയോ പ്രോജക്റ്റ് ഒന്നുമല്ല, ഒരു 50 വർഷമെങ്കിലും അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രോജക്റ്റാണ്. ജനങ്ങളുടെ തലയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പേരുകൾ ഇട്ടിട്ട് പരിപാടി നടത്തുക. എന്നിട്ട് അവർ പറയും പരിപാടി ഞങ്ങൾ അതാണ് ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാമേ.